നമ്മളിപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഒരു 1000 രൂപ വരുമാനമുള്ള ഒരു കടയാണെന്ന് സങ്കല്പിച്ചു. ആ കടയിൽ ആ 1000 രൂപയിൽ ഒരു 700 രൂപയെങ്കിലും അതിൻ്റെ റോ മെറ്റീരിയൽ വാങ്ങിയവർക്ക് കൊടുക്കാനുള്ളതായിരിക്കും. നമ്മൾ കൊടുക്കില്ല, നമ്മൾ അവന് 200 കൊടുക്കും, ബാക്കി 500 രൂപ നമ്മൾ റോൾ ചെയ്യും. നമ്മൾ എന്തുകൊണ്ടാണ് റോൾ ചെയ്യണമെന്നറിയോ? നാളെയും എനിക്ക് ഇതുപോലെ കച്ചവടം ഉണ്ടാവും, അപ്പോൾ അവന് വീണ്ടും 200 കൊടുക്കാം, അവനെ പിടിച്ചു നിർത്താം എന്ന എൻ്റെ ഒരു ആഗ്രഹം, അതല്ല എൻ്റെ ഒരു സ്വപ്നത്തിൽ നിന്ന്, എൻ്റെ ഒരു കണക്കൂട്ടിൽ നിന്നാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ പോലെ കാർ മേടിക്കും, നമ്മൾ വലിയ വീട് വയ്ക്കും, മകളെ കെട്ടിക്കും, നാട്ടിൽ വലിയ ആളായിട്ട് നടക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷേ ശരിക്കും ആ പണം മുഴുവൻ നമ്മുടെ മിച്ചം വന്ന പൈസയല്ല, നമ്മൾ എവിടെയൊക്കെയോ കൊടുക്കാനുള്ള. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയോ? 10 രൂപയ്ക്ക് ഒരു സാധനം തന്നിരുന്നയാൾ അവൻ്റെ 10 രൂപയ്ക്ക് 2 രൂപയെ നമ്മൾ കൊടുക്കുന്നുള്ളെങ്കിൽ നാളെ അവൻ 10ൻ്റെ സ്ഥാനത്ത് അത് 11 രൂപയാക്കും. സ്വാഭാവികമല്ല, അവൻ ചെയ്യണം, അവന് പൈസ കിട്ടുന്നില്ല. പക്ഷേ നമ്മൾ ആ 10 രൂപയും പിറ്റേ ദിവസം കൊടുത്താൽ അവനത് പിറ്റേ ദിവസം 9 രൂപയ്ക്ക് തരാൻ തയ്യാറാവും. അതുകൊണ്ട് നമ്മൾ ഫണ്ട് മാനേജ് ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ രീതിയല്ല എന്നതാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന ഏറ്റവും വലിയൊരു നെഗറ്റീവ് പോയിന്റ്.